ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ വരാൻ പോകുന്ന ചില എപ്പിസോഡുകളുടെ ചില ഭാഗങ്ങളാണ് ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത്. ഇനി വരാൻ പോകുന്നത് ഒരു അടിപ്പൻ രംഗങ്ങൾ തന്നെയാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് കേട്ട് നോക്കിയാലോ അല്ലേ. അങ്ങനെ ബാലേന്ദ്രൻ വീട്ടിലേക്ക് തിരിച്ചു മടങ്ങി വന്നിരിക്കുകയാണ്. ആ സമയത്ത് അലീന ചായയും കൊണ്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും അലീന ചോദിക്കുകയാണ്, കാര്യങ്ങളൊക്കെ എന്തായി, എന്നെ താമസിപ്പിക്കാനുള്ള ഇടം കിട്ടിയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും തീർച്ചയായിട്ടും, പക്ഷേ അത് വമ്പൻ വീട് തന്നെയാണ്. ആഹാ, അവിടെ ആരൊക്കെ ഉണ്ട് അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു പ്രായമായ ഒരു മനുഷ്യനും പിന്നെ കുറേ ജോലിക്കാരും ഒക്കെ ഉള്ളത്. കുറേ ജോലിക്കാരുണ്ടോ? അപ്പോൾ പിന്നെ എൻ്റെ ആവശ്യം എന്താണ് അച്ഛാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അവിടെ കുറേ ജോലിക്കാരുണ്ടെങ്കിലും അവിടെ കുറച്ച് ഗാർഡൻ ഉണ്ട്, പിന്നെ പട്ടികളെ നോക്കാൻ തന്നെ വേണം കുറേ ആൾക്കാർ ജോലിക്ക് വേണ്ടി. അപ്പോൾ പിന്നെ അലീനയ്ക്ക് അവിടെ ജോലി കാണും. പക്ഷേ അത്ര പെട്ടെന്ന് തീരുമാനം പറഞ്ഞിട്ടില്ല. അവർ പറയുന്നത് കുറച്ച് താമസം വേണം, അതിനുശേഷം വിളിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓഹോ, അപ്പം അതിനർത്ഥം അവിടെ ഒരു ജോലിക്കാരെ വേണ്ടെന്നായിരിക്കും അല്ലേ അച്ഛാ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ബാലേന്ദ്രനാണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം, പക്ഷേ അച്ഛാ എനിക്കിത് ശരിയാവുമെന്ന് തോന്നുന്നില്ല അച്ഛാ, അങ്ങോട്ട് പോകണോ അച്ഛാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അങ്ങോട്ട് പോകണം, അങ്ങോട്ടല്ലാതെ വേറെ എങ്ങോട്ടും അലീന പോകാൻ നിൽക്കണ്ട, അവിടെയാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സേഫായ സ്ഥലം, അതുകൊണ്ട് എൻ്റെ മോള് അങ്ങോട്ട് തന്നെ പോയാൽ മതി എന്നൊക്കെ പറയണം. ഓ, കേട്ടിട്ട് തന്നെ എന്തോ പോലെ തോന്നുന്നു. അത്രയും വലിയ വീട്, കുറേ പട്ടികളും കുറേ ജോലിക്കാരും പിന്നെ ഒരു പ്രായമായ മനുഷ്യനും. പക്ഷേ അവർക്ക് ഫാമിലിയൊന്നുമില്ലേ? ഫാമിലി കാണും, പക്ഷേ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഫാമിലിയൊന്നും കണ്ടില്ല. ചിലപ്പോൾ അവരെവിടെയെങ്കിലും പുറത്തോ മറ്റുള്ള സ്ഥലങ്ങളിലോ ആയിരിക്കും. അവർ വരുമായിരിക്കും അലീന. പക്ഷെ അച്ഛാ, നിങ്ങളേക്ക് വിട്ട് പോകുമ്പോഴേ എനിക്ക് വല്ലാത്തൊരു മനോവിഷമം. ആഹാ, ഇപ്പം അതായോ? അപ്പം അലീന തന്നെയല്ലേ പറഞ്ഞത് ഇവിടം വിട്ട് പോകണമെന്നും എന്നാലേ അലീനയുടെ വൈജാമയുടെ ഇങ്ങോട്ട് തിരിച്ചു വരുള്ളൂ എന്നൊക്കെ അലീന തന്നെയല്ലേ പറഞ്ഞത്. പിന്നെന്താ ഇപ്പോൾ പ്രശ്നം? അല്ല, എന്നാലും ഞാനിവിടുന്ന് പോയാലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാനിങ്ങോട്ട് വരും അച്ഛാ, തീർച്ചയായിട്ടും. പിന്നെ ഞങ്ങളെല്ലാവരെയും അത്ര പെട്ടെന്ന് ഉപേക്ഷിച്ച് അലീനയ്ക്ക് പോകാനായിട്ട് സാധിക്കുമോ? അലീന അച്ഛാന്ന് വിളിച്ചത് എന്നെയാ, അപ്പോൾ എന്നെ അത്ര പെട്ടെന്നൊന്നും മറക്കാനായിട്ട് പറ്റില്ലല്ലോ അച്ഛാ. എന്തൊക്കെയാ അച്ഛാ ഈ സംസാരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഞാൻ വെറുതെ പറഞ്ഞതാ, നീ ചെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന ബാലേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് ആ ചായക്കപ്പ് എടുത്തുകൊണ്ട് നേരെ താഴത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ഇവരെല്ലാവരും നോക്കി നിൽക്കുന്നുമുണ്ട്. അപ്പോൾ എന്തായി അലീന ചേച്ചി, എന്തായി കാര്യങ്ങളൊക്കെ, അച്ഛൻ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ, പറഞ്ഞു, എന്നെ നിർത്താനുള്ള സ്ഥലം കണ്ടെത്തിയെന്ന് അച്ഛൻ പറഞ്ഞത്. എത്രയും പെട്ടെന്ന് എന്നെ അവിടെ കൊണ്ടേ വിടും. പിന്നെ അവിടെ വലിയ വീടാന്ന്, പിന്നെ കുറേ തോട്ടങ്ങളും റിയൽ എസ്റ്റേറ്റിൻ്റെ മുതലാളിയാണെന്നാണ് പറയുന്നത്. ഇഷ്ടം പോലെ പട്ടികളുണ്ടെന്ന് പറഞ്ഞു. ആഹാ, ഇഷ്ടം പോലെ പട്ടികളോ? ദൈവമേ, ആ പട്ടികളെ നോക്കി തന്നെ ചേച്ചി വല്ലാതെ ആവുമല്ലേ ചേച്ചി. എന്തായാലും അച്ഛൻ പറഞ്ഞല്ലേ, അച്ഛൻ പറയുന്നത് അതിനേക്കാളും സേഫായൊരു സ്ഥലം എനിക്ക് വേറെ കിട്ടില്ലെന്ന് അച്ഛൻ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ അലീന പറയാം. അപ്പം അലീന അങ്ങനെയും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് കയറി പോവുക. പക്ഷേ കൃഷ്ണമോൾക്കും ബബിതയ്ക്കും അതേപോലെ തന്നെ രോഹിത്തിനൊക്കെ വളരെയേറെ സങ്കടം തോന്നുക ഇങ്ങനൊരു സംഭവം കേട്ടപ്പോൾ തന്നെ. കാരണം അലീന പോകുന്ന ആ വീടിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ നിൽക്കുക. സമയം തന്നെ നമ്മുടെ മനുവിനെ കാണിക്കുകയാണ്. അപ്പം മനു ആണെങ്കിൽ അതിലേറെ ടെൻഷൻ. അപ്പം മനു ഒന്ന് നമ്മുടെ അലീനയെ വിളിക്കുകയാണ്. എന്തായടോ, ഒന്നും പറഞ്ഞില്ലല്ലോ താൻ എന്നൊക്കെ ചോദിച്ചപ്പോൾ, ഞാൻ എന്ത് പറയാനാ മനുവേട്ടാ? അല്ല, താൻ വീട് വിട്ട് ഇറങ്ങിപ്പോവല്ലേ അലീന, അപ്പോൾ നമ്മളേക്കിനി കാണാനായിട്ട് വരുമോ? തീർച്ചയായിട്ടും. പിന്നെ ഞാൻ എങ്ങോട്ട് പോനാ? ഈ അലീന പോയാലും നിങ്ങളെയൊന്നും ഒരിക്കലും ഞാൻ മറക്കാനായിട്ട് പോകുന്നില്ല. എപ്പോഴേ നിങ്ങളുടെ അരികിൽ തന്നെ ഉണ്ടാകുന്ന രീതിയിലായിരിക്കും ഞാൻ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ അലീനയെ മറന്നുകൊണ്ടുള്ളൊരു ജീവിതം വേണ്ട മനുവേട്ട നിങ്ങൾക്ക് എന്നൊക്കെ അലീന പറയാം. അപ്പം അലീനയുടെ വർത്തമാനമൊക്കെ കിട്ടുകഴിഞ്ഞപ്പോഴേക്കും മനുവിന് സന്തോഷമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും വല്ലാതെ ദുഃഖമാണ്. പക്ഷേ അലീന, താൻ അത്രയും ദൂരമൊക്കെ പോയി കഴിയാൻ നേരത്ത് നമ്മളെയൊക്കെ കാണാനായിട്ട് വരുമോ? തീർച്ചയായിട്ടും വരും മനുവേട്ട, അതിൽ യാതൊരു സംശയമില്ല. അങ്ങനെയെല്ലാം സംസാരിച്ച് കഴിഞ്ഞ് ഞങ്ങളുടെ ഫോൺ വെക്കുകയാണ്. പക്ഷെ അലീനയ്ക്ക് ഭയങ്കര സങ്കടം തോന്നുക. അങ്ങനെ ഇരിക്കെ നമ്മുടെ ബാലചന്ദ്രൻ പോലും പ്രതീക്ഷിക്കാത്ത ആ ഒരു ട്വിസ്റ്റ് അവിടെ വന്നെത്തുകയാണ്. അത് മറ്റാരുമല്ല, സ്റ്റാലിൻ തന്നെ. അപ്പോൾ സ്റ്റാലിൻ ബാലേന്ദ്രൻ്റെ വീടും തിരക്കി ദേ വീടിൻ്റെ മുറ്റത്ത് വന്നിങ്ങനെ നിൽക്കുക. എന്നിട്ട് ആ കാറിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല മാസ് എൻട്രി ചെയ്യുകയാണ്. അപ്പോൾ ആരാണെന്ന് നോക്കാൻ വേണ്ടി ബാലേന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ദേ നിൽക്കടാ സ്റ്റാലിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രനൊന്ന് ഞെട്ടി. അപ്പോൾ എന്താണ് ഇനി അടുത്ത ഉദ്ദേശം എന്ന് ആലോചിച്ച് തന്നെയാണ് ബാലേന്ദ്രൻ നിൽക്കുന്നത്. ആഹാ, നിങ്ങൾ വന്നല്ലേ, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ ഒരുപാട് അങ്ങോട്ട് കൊണ്ടു, ഒരു മനസ്സമാധാനം ഇല്ലാതെ ആയല്ലേ. അതാണ് ജീവിതം. കാരണം വൈജിയെക്കുറിച്ചും ഞാൻ സത്യങ്ങളെല്ലാം അറിഞ്ഞപ്പോഴേ
എനിക്കൊരു മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല. ഏ ഇനി അലീനയുടെ അച്ഛൻ ആരായിരിക്കും എന്നൊക്കെ അന്വേഷിച്ച് ഞാൻ ഒരുപാട് നടന്നായിരുന്നു. അവസാനമല്ലേ ഞാൻ നിങ്ങളെ കണ്ടെത്തിയത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ ജീവിതേ അടിപൊളി ജീവിതമാണ്. നിങ്ങൾ സന്തോഷത്തോടെയല്ലേ ജീവിക്കുന്നത്? സന്തോഷത്തോടെയോ? ഞാനോ? ആയിരുന്നു. പക്ഷേ ആ സന്തോഷങ്ങളെല്ലാം കെട്ടടങ്ങിപ്പോയില്ലേ. എൻ്റെ ജീവിതത്തിൽ വലിയൊരു തിരിച്ചടി തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. സ്റ്റാലിൻ സാറ് ഇവിടെ നിന്ന് വിഷമിക്കാതെ വീടിൻ്റെ അകത്തേക്ക് കയറി വാ എന്നൊക്കെ പറയാണ്. അലീന അകത്ത് തന്നെയുണ്ട് എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് നമ്മുടെ സ്റ്റാലിനകത്തേക്ക് വിളിക്കാം. അതേ വിളിച്ച് കഴിഞ്ഞിട്ട് സ്റ്റാലിനോട് പറയാം, എന്താണ് വരവിൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ പറഞ്ഞല്ലോ എൻ്റെ മകളാണ് അലീനയെന്ന്. എനിക്ക് അലീനയെ കൊണ്ടുപോകാൻ സമ്മതമാണ്. എൻ്റെ വീട്ടിൽ നിന്നോട്ടെ അവള്, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാനങ്ങനെ വൈജിയെയും ഇതുവരെയായിട്ടും തള്ളിക്കളഞ്ഞിട്ടില്ല. പിന്നെ വൈജിയുടെ ആങ്ങളമാരാണ് എൻ്റെ ജീവിതത്തിൽ നിന്നും അവളെ പറിച്ചുകൊണ്ട് പോയത്, അല്ലാതെ ഒരിക്കലും ഞാൻ അവളെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് പറയണം. സന്തോഷം, വളരെയേറെ സന്തോഷമായി. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ കാണണ്ടേ എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ബാലേന്ദ്രൻ അലീന എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കാം. അപ്പോൾ ദേ അലീന മേളിൽ കൂടി ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ നോക്കുക. ദാ വരുന്നു അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അലീന താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഈ സ്റ്റാലിൻ ഇങ്ങനെ തന്നെ നോക്കുക. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയാണ്, എന്നെ അച്ഛാന്ന് വിളിക്കുന്നത് നിങ്ങൾ കാര്യമൊക്കെ നിൽക്കണ്ട. അവൾ എന്നെയാണ് ആദ്യമായിട്ട് അച്ഛാന്ന് വിളിക്കുന്നത്. എന്നെ അത്രമാത്രം അവൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ അവളുടെ കാര്യത്തിൽ ഞാൻ കൂടുതലായിട്ട് ഇടപെട്ടത്. അതുകൊണ്ടാണ് നിങ്ങളിവിടെ വരാനുള്ള കാരണവും. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ വെറുക്കുന്നത് അത് നിങ്ങളെ തന്നെ ആയിരിക്കും എന്ന് സ്റ്റാലിൻ്റെ മുഖത്ത് നോക്കി പറയാണ്. അങ്ങനെ മകളുടെ ആ വരവ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സ്റ്റാലിൻ കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തൻ്റെ മകളാണല്ലോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും വൈജയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതാണ് സ്റ്റാലിൻ. അപ്പോൾ വൈജയ്ക്കും സ്റ്റാലിനുണ്ടായ മകളാണല്ലോ നമ്മുടെ അലീന എന്നൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അച്ഛാ ഇതാരാ അച്ഛാ എന്ന് ചോദിച്ചപ്പോഴേക്കും മോളെ അലീന, നിന്നോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഒരു വീട്ടിൽ കൊണ്ട് നിർത്തുമെന്ന്? അവിടുത്തെ മുതലാളിയാണ് ഇത്. അങ്ങനെ അലീനയാണെങ്കിൽ കൈകൂപ്പി ഇങ്ങനെ കാണിക്കുക, നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുകയാണ്. അപ്പോൾ അലീനയുടെ കൈകളൊന്ന് പിടിക്കുക. അപ്പോൾ സ്റ്റാലിന് ഭയങ്കര ഒരു സങ്കടം തോന്നി. സ്റ്റാലിൻ്റെ കണ്ണുകളൊക്കെ ഇങ്ങനെ നിറയുകയാണ്. അയ്യോ എന്തിനാ സാറിങ്ങനെ കരയുന്നത്? കരഞ്ഞൊന്നുമല്ല, ഞാൻ മോളെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് വന്നത് എന്ന് പറയാം. ഇത് കേട്ട അലീന അങ്ങനെ ഞെട്ടിപ്പോവാണ്. കൊണ്ടുപോകാനോ? അതെ കൊണ്ടുപോകാൻ. വീട്ടിലേക്ക് ഒരാളെ വേണമെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് മോളെ കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നതെന്നും സ്റ്റാലിൻ പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അയ്യോ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയുകയാണ്, മോളെ ഇനിയൊന്നും നോക്കണ്ട, മോൾ സ്റ്റാലിനോടൊപ്പം പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ഛാ എനിക്ക് കുറച്ച് സാവകാശം വേണം അച്ഛാ, കാരണം എനിക്ക് എല്ലാവരോടും യാത്ര ചോദിക്കണം, മനുവേട്ടനോടും വൈജ മേഡത്തോടും എല്ലാവരോടും എനിക്ക് യാത്ര ചോദിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ വൈജ എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്റ്റാലിൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുമോ വൈജ എവിടെ നിന്നൊക്കെ അറിയാനുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയാ, എൻ്റെ ഭാര്യ വൈജ ഇവിടെ ഇല്ല, അത് അവളുടെ വീട് തറവാട് വീട്ടിലാണെന്നും പറയുകയാണ്. എന്നോട് പിണങ്ങിപ്പോയതാ എന്നിങ്ങനെ പറയുമ്പോൾ സ്റ്റാലിന് ഭയങ്കര സങ്കടം തോന്നുകയാണ്. മോളെ നിനക്ക് ആരോടൊക്കെയാണ് യാത്ര ചോദിക്കാനുള്ളത്? അവരോടൊക്കെ യാത്ര ചോദിക്കാം. ശരി അച്ഛാ, എങ്കിൽ പിന്നെ എനിക്ക് യാത്ര ചോദിക്കാനുള്ള സമയം കൂടി വേണോ അച്ഛാ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ബബിത ഇതെല്ലാം കേൾക്കുക. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ബബിതയ്ക്ക് എന്തെന്നില്ലാത്ത സങ്കടം തോന്നുക. അലീനയെ സ്നേഹിച്ച് തുടങ്ങിയതേ ഉള്ളൂ, അതിനു മുമ്പ് തന്നെ അലീന ചേച്ചി തന്നെ വിട്ടു പോവുകയാണോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ബബിതയ്ക്ക് ഭയങ്കര സങ്കടം തോന്നിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അലീന നേരെ തറവാട് വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ തറവാട്ട് വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മനുവിനെ കാണുകയാണ് ആദ്യം. അപ്പോൾ മനുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, മനുവേട്ടാ എന്നെ കൊണ്ടുപോകാനായിട്ട് ആൾ വന്നിട്ടുണ്ട് മനുവേട്ടാ. അപ്പോൾ അലീനയോട് പറഞ്ഞിട്ടില്ല. മനുവിനെ സത്യങ്ങളെല്ലാം അറിയാലോ, സ്റ്റാലിൻ്റെ മകളാണ് അലീനയെന്ന്. പക്ഷേ അലീനയോട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ മനു പറയാം, ഏതായാലും ഞങ്ങളെയൊക്കെ വിട്ടു പോകാൻ തീരുമാനിച്ചത് അല്ലേ അലീന, ഇനി പിന്നെ എന്തിനാണ് ഒരു യാത്ര? മനുവേട്ടാ അങ്ങനെ പറയരുത്, എന്നോട് മുഖം തിരിച്ച് നിൽക്കരുത് മനുവേട്ടാ. മനുവേട്ടനൊക്കെ അല്ലാതെ പിന്നെ എനിക്ക് ആരാ ഉള്ളത് എന്നും കൂടി അങ്ങനെ ചോദിക്കണം. അലീനയ്ക്ക് ഇപ്പം എല്ലാവരും ആയില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എല്ലാവരുമോ? ആര്? നിങ്ങളൊക്കെ അല്ലേ എൻ്റെ ബന്ധുക്കൾ എന്ന് പറയാം. അങ്ങനെ നമ്മുടെ അലീന മനുവിനോടും യാത്ര ചോദിച്ച് നേരെ അകത്തേക്ക് കയറുകയാണ്. നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുക. മുത്തശ്ശിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും, മുത്തശ്ശി ഞാൻ പോവുകയാണ് മുത്തശ്ശി, എനിക്ക് നിൽക്കാനുള്ള സ്ഥലമൊക്കെ അച്ഛൻ കണ്ടെത്തി, ഇനി നിങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നമായിട്ട് ഞാൻ വരില്ല മുത്തശ്ശി.
മേഡത്തിന് വീട്ടിൽ വന്ന് സന്തോഷത്തോടെ ജീവിക്കുക. എൻ്റെ പൊന്നു മോളെ, നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടമാണ്. എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ വയസ്സായ മുത്തശ്ശിക്ക് നിന്നെ ഒന്ന് നോക്കാനോ ഒന്ന് തലോടാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണല്ലോ മോളെ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി സങ്കടം പ്രകടിപ്പിക്കുകയാണ്. അതൊന്നും കുഴപ്പമില്ല മുത്തശ്ശി, എൻ്റെ വിധി ഇതാണ്, അപ്പോൾ അതേപോലെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന നേരെ വൈജിയുടെ റൂമിലേക്ക് കയറി ചെല്ലുക. അപ്പോൾ വൈജിക്ക് ഭയങ്കര ടെൻഷൻ. നീ എന്തിനാണ് എൻ്റെ റൂമിലേക്ക് കയറി വന്നത്? മേഡം, ഇനി ഞാൻ മേഡത്തിൻ്റെ റൂമിലേക്ക് കയറി വരാനില്ലല്ലോ. ഞാൻ പോവാണ് മേഡം. എന്നെ കൊണ്ടുപോകാനായിട്ട് ആൾ വന്നു. നിന്നെ ആര് കൊണ്ടുപോകാനാടി? എവിടെ ചെന്നാലും ആ കുടുംബം നീ മുടിപ്പിക്കും. ഞങ്ങളുടെ കുടുംബമേ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്ന കുടുംബമായിരുന്നു. ആ കുടുംബത്തിലേക്ക് കയറി വന്ന് അവിടെ നാശനഷ്ടങ്ങളെല്ലാം ഉണ്ടാക്കി എന്നെയും എൻ്റെ ഭർത്താവിനെയും നീ പിരിപ്പിച്ചില്ലേ? സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന ഞങ്ങളെ നീ തല്ലി പിരിപ്പിച്ചില്ലേ? ഇനി ഇതിൽ കൂടുതൽ എന്താടി ഞാൻ അനുഭവിക്കേണ്ടത്? അനുഭവിച്ചിടത്തോളം മതി. ദേ, നീ പോകാൻ നോക്ക്. ഇനി എൻ്റെ കൺമുന്നിൽ പോലും വന്നു പോകരുത്. ഇത് കേട്ട് അലീന പൊട്ടിക്കരയാ. അതിനുശേഷം പറയാണ്, മേഡം സന്തോഷത്തോടെ ജീവിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ആഗ്രയിൽ വെച്ച് മേഡത്തിനൊരു പ്രണയബന്ധം ഉണ്ടായിരുന്നില്ലേ മേഡം? ഒരു പട്ടാളക്കാരനായിട്ട്. അതൊക്കെ മേഡം അങ്ങോട്ട് മറന്നു പോയോ മേഡം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വൈജാകെ ഞെട്ടി നിൽക്കുക. ഇതെന്താ ഇവിടെ ഈ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ പറഞ്ഞത് മുഴുവനും സത്യമല്ലേ മേഡം? ആ പ്രണയജീവിതം മേഡത്തെ വല്ലാതെ ആസ്വദിപ്പിച്ചു അല്ലേ മേഡം? ആ പട്ടാളക്കാരനെ മേഡം ഒരുപാട് സ്നേഹിച്ചു. ലാസ്റ്റ് മേഡം ഗർഭിണിയായി. പിന്നീട് മേഡത്തിൻ്റെ ആങ്ങളമാർ മേഡത്തെ പിടിച്ചുകൊണ്ട് വന്നു. പക്ഷേ മേഡത്തിൻ്റെ മകളാണ് ഞാൻ, എൻ്റെ അമ്മയാണ് മേഡം എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആകെ ഞെട്ടിപ്പോവാണ്. ഇനി ഈ അലീന ഉണ്ടാവില്ല മേഡം എന്നും പറഞ്ഞുകൊണ്ട് അലീന അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. വൈജയ്ക്ക് ഭയങ്കര തിരിച്ചടി കിട്ടിയ പോലെ ഒരു അവസ്ഥയായി പോവുകയാണ്. അപ്പോൾ ഇനി കാണാൻ പോകുന്നത് അടിപൊളി രംഗങ്ങളായിരിക്കും. ആ രംഗത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു സീഗൻ. ബൈ.